ഇടുക്കി തൊടുപുഴയിൽ കച്ചവട പങ്കാളി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കേസിൽ അറസ്റ്റിലായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇതിലിപ്പോഴും ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് രാഹുൽ? രജിത്ത്, ഈ പ്രതികളെല്ലാവരും തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്തുകയാണെന്നുള്ള കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്നാണ് ഈ ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ്. എങ്ങനെയാണ് കൊല നടത്തിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി കണ്ടെത്തണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയൂ. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ഉടൻ തന്നെ വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഈ പ്രതികളുടെ മൊഴി. അങ്ങനെ തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൂര കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികളെ നിലവിൽ 3 പേരാണ്. ജോമോൻ, ബിബിൻ, മുഹമ്മദ് അസ്ലം, ഈ 3 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇവരുമായി ഇന്ന് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ബിജുവിന്റെ വീടിന്റെ സമീപത്തും അതുപോലെ തന്നെ ഈ ഗോഡൌണിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബിജുവും ജോമോനും തമ്മിലുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബിജു നൽകിയ കൊട്ടേഷനിലാണ് ജോമോൻ നൽകിയ കൊട്ടേഷനിലാണ് ബിജുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കാപ്പ കേസ് പ്രതിയെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതക വിവരങ്ങൾ പുറത്തു വരുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.